ഇന്ന് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. കാരണം എൻ്റെ നാത്തൂനും എൻ്റെ ഉമ്മയൊക്കെ വരുന്നുണ്ട്. ഓലൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നീയും കൂടെ വാവുന്നു. അപ്പോൾ അവൾ നേരത്തെ കാലത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ജിമ്മിന് പോകണം, ഉമ്മയും നാത്തൂനും വരുന്നതിന് മുന്നേ പോയി വരണം. ചിന്നുവിന് പിന്നെ വരാൻ നല്ല സുഖമാണ് കേട്ടോ. കാരണം അവളുടെ ഹസ്ബൻഡിന് മണ്ണാർക്കാടാണ് ജോലി. അപ്പോൾ എന്നും അവന് വരുമ്പോൾ അവൾ അങ്ങനെ കൂടെ വരുന്നതാണ്. ഏകദേശം ചോറും കൂട്ടാനൊക്കെ സെറ്റ് ആയപ്പോൾ കുഞ്ഞാക്ക വിളിച്ചറിഞ്ഞു, ഇപ്പോൾ നമുക്ക് മന്തി വാങ്ങാം, ചോറൊന്നും വെക്കണ്ട. ഉമ്മാക്ക് ഹോസ്പിറ്റലിലും പോകണം, നാത്തൂനും ഇങ്ങോട്ടും വരണം. അപ്പോൾ അവൾക്ക് വഴി അറിയില്ല കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ചിന്നു അവളെ കൊണ്ടുവരാനായിട്ട് പോയി. ചിന്നു മാത്രമല്ല കേട്ടോ, സച്ചും ഫാദിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഉമ്മ അവളെ ഇറക്കി നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്തു കേട്ടോ. അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് അവൾ പകുതി വഴി വരെ വന്നത്. അപ്പോഴേക്ക് ചിന്നു സച്ചും ഫാദിയും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടല്ല കേട്ടോ, അവളുടെ അടുത്തേക്ക്. പിന്നെ അവൾ സമാധാനത്തോടെ അവരെല്ലാവരും കൂടെ സംസാരിച്ച് മെല്ലെ നടന്നു. അപ്പോഴേക്ക് ചിന്നുവിനെ അവളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കുടുംബത്തിലെവിടെയോ അവർക്ക് ചെറിയൊരു സൽക്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് അങ്ങനെ മന്തി കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ജിമ്മിന് പോയി വരുന്ന വഴിയിൽ നിന്നാണ് കേട്ടോ മന്തി വാങ്ങിച്ചിട്ട് വന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, കുഞ്ഞാക്കിനെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ വാങ്ങിച്ചിട്ട് വന്ന് വേഗം ചോറും കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കി. വേറെ ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് നാത്തൂന് ഇത് എന്തിനാണെന്ന്. അതായത് എനിക്ക് യൂട്യൂബ് ചാനലുള്ളത് ഇതുവരെ അവൾക്കറിയില്ല. ഈ ഒരു ചാനലാണ് കേട്ടോ അറിയാത്തത്. ഇതിന് മുന്നേ ഫസ്റ്റ് ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് അവൾക്കറിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിത് പുതുതായിട്ട് തുടങ്ങിയതായിരുന്നു, അത് ഇപ്പോഴാണ് കേട്ടോ അവൾ അറിയുന്നത്. ഇന്നാണ് ഞാൻ അവളടുത്ത് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ പാത്രത്തിലാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്നു. പക്ഷേ അപ്പോൾ ചിന്നു ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളെ ഭയങ്കര മിസ് ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും രാത്രി ബാക്കി കഴിക്കുമല്ലോ, അപ്പോൾ എന്തായാലും അവളെയും കൂട്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ശേഷം അവളും റമിയും കൂടെ വന്നു കേട്ടോ. അതായത് അവളുടെ ഹസ്ബൻഡ്. പിന്നെ ഞങ്ങൾക്ക് ചെറിയ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ പിന്നെ ഇടുന്നതാണ് കേട്ടോ. അപ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ച് പണിക്കാർക്ക് ചായ കൊടുക്കാനുള്ള ഒരു ടൈം ആയിട്ടോ. അത് പിന്നെ നമ്മൾ മുടക്കാൻ പറ്റില്ല. ഞാൻ ചായയൊക്കെ സെറ്റ് ആക്കിയപ്പോഴേക്ക് കുഞ്ഞാക്ക് എണ്ണക്കടിയും വീണ്ടും കുറച്ച് പാലും കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പാൽ ചായ വെക്കണം. അങ്ങനെ ഇന്ന് കടിയായിട്ട് എല്ലാവർക്കും പഴംപൊരിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ചായ പഴംപൊരിയൊന്നും വല്ലാതെ കഴിക്കാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഒന്ന് ടൗണിൽ പോകേണ്ടിയിരുന്നു കേട്ടോ. നാത്തൂനും ചിന്നു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾക്ക് മൂന്നാം കൂടെ ടൗണിലൊന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസ് സംഭവം വാങ്ങിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. സബ് മറക്കല്ലേ.